പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മള് ഡയറക്റ്റ്ലി വിഷയത്തിലോട്ട് പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മള് ഡേവിഡ് ഈസ്റ്റന്റെ പൊളിറ്റിക്കൽ സിസ്റ്റം അപ്രോച്ച് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ സിസ്റ്റം അപ്രോച്ചിന്റെ, അതായത് പൊളിറ്റിക്കൽ സിസ്റ്റം അപ്രോച്ചിന്റെ രണ്ട് പാർട്ടായിട്ടുള്ളത്, ഒന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസും അതുപോലെ തന്നെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ അനാലിസിസും. അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സമയം ഉണ്ടെങ്കിൽ മാത്രമേ സ്ട്രക്ചറൽ ഫങ്ഷൻ അനാലിസിസ് ഡിസ്കസ് ചെയ്യുള്ളൂ, അതല്ലെങ്കിൽ വിൽ ഡിസ്കസ് ജസ്റ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് അനാലിസിസ് ആൻഡ് വിൽ കൺക്ലൂഡ് അവർ ലെസൺ ടുഡേ. അപ്പോ ഈ ഡേവിഡ് ഈസ്റ്റൺ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് മുന്നോട്ട് വെക്കുന്നത് an approach to the analysis of political system, വേൾഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന 1957 1957 പബ്ലിഷ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വർക്കിലാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് അദ്ദേഹം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അപ്പോ എല്ലാ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനും ഇറ്റ് ഹാസ് ഗോട്ട് ടു ഫങ്ഷൻസ്, ഇൻപുട്ട് ഫങ്ഷൻസ് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. അപ്പൊ ഈ ഇൻപുട്ട് ഫങ്ഷൻസും ഔട്ട്പുട്ട് ഫങ്ഷൻസും ഒരേപോലെ, അതായത് ഡിമാൻഡ്സും സപ്പോർട്ടും എല്ലാം പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഉള്ളിലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ പുറത്തോട്ട് ആസ് എൻ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആസ് എൻ ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന ഈ ഒരു ഇൻപുട്ട് ഫങ്ഷൻസും ഔട്ട്പുട്ട് ഫങ്ഷൻസും ഒരേപോലെ വർക്ക് ചെയ്യുമ്പോഴാണ് പൊളിറ്റിക്കൽ സിസ്റ്റം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണെങ്കിലും കാര്യമായിട്ടും പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് 3 കാര്യങ്ങളാണുള്ളത്: ഡിമാൻഡ്, സപ്പോർട്ട് ആൻഡ് ഫീഡ്ബാക്ക്. പിന്നെ ഉള്ളത് ഔട്ട്പുട്ട്, അതായത് ആസ് എ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് വരും. എന്നിരുന്നാലും കാര്യമായിട്ടുള്ളത് 3: ഡിമാൻഡും സപ്പോർട്ടും ഫീഡ്ബാക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻപുട്ട് പ്ലസ് ഔട്ട്പുട്ട്. അതായത് ഈ ഇൻപുട്ട് ഫംഗ്ഷനും ഔട്ട്പുട്ട് ഫംഗ്ഷനും when they work together, then only the political system will become efficient or will work efficiently. അപ്പൊ നമുക്ക് ഇൻപുട്ടില്, like as an input function there are demands and support. അതായത് ഇൻപുട്ടിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് ഡിമാൻഡും സപ്പോർട്ടും, ഔട്ട്പുട്ട് ആയിട്ട് വരുന്നതാണ് പോളിസീസ്, റെഗുലേഷൻസ് ആൻഡ് ലോ. അപ്പോ ഇതാണ് കാര്യമായിട്ടും ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത്. അതായത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട്, ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ പുറത്ത് നിന്ന്, അതായത് ഇതിന്റെ പുറത്തുള്ള ഭാഗത്തെയാണ് നമ്മൾ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ആ എൻവയോൺമെന്റ് ഉള്ളിൽ നിന്നും ഡിമാൻഡ്സും അതുപോലെ തന്നെ സപ്പോർട്ടും. ഈ ഡിമാൻഡ് എന്താണ്, സപ്പോർട്ട് എന്താണ്, വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽസ് ലേറ്റർ. അപ്പൊ ഈ എൻവിറോൺമെന്റിൽ നിന്നും ഡിമാൻഡും സപ്പോർട്ടും ഇൻപുട്ട് ഫങ്ഷൻസ്, അതായത് ഇൻപുട്ട് ആയിട്ട് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഉള്ളിലോട്ട് എൻ്റർ ആവുകയും അവിടെ പൊളിറ്റിക്കൽ പ്രോസസ് വഴി പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ പുറത്തോട്ട് ഔട്ട്പുട്ട് ആയിട്ട്, അതായത് ലോസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ട് പുറത്തുവരുന്ന ഈ ഒരു പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡേവിഡ് ഈസ്റ്റൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു മോഡലിനെയാണ് അദ്ദേഹം ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിലെ പ്രധാനപ്പെട്ട കുറച്ച് ടേമുകൾ, ഡിമാൻഡ്, എന്തൊക്കെയാണ് ഡിമാൻഡ്, അല്ലെങ്കിൽ ഡിമാൻഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ സപ്പോർട്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ഔട്ട്പുട്ട് എന്താണ്, ഫീഡ്ബാക്ക് എന്താണ്. അപ്പൊ ഇതെല്ലാം ഒന്ന് ചെറുതായി ഡിസ്കസ് ചെയ്തിട്ട് വിൽ വൈൻഡ് അപ്പ് ദ ക്ലാസ് ഫോർ ടുഡേ. അപ്പോൾ ഡിമാൻഡ്സ് എന്ന് പറയുന്നത് ഡിമാൻഡ്സ് ആർ ദ പ്രൊപ്പോസൽസ് ഫോർ ലെജിസ്ലേഷൻ. അതായത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പൊളിറ്റിക്കൽ പ്രോസസ്സിലോട്ട് ആവശ്യമായിട്ടുള്ള പ്രൊപ്പോസൽസ് ആണ് ഡിമാൻഡ്സ് എന്ന് പറയുന്നത്. അതായത് വാട്ട് പീപ്പിൾ വാണ്ട്, ഈ എൻവയോൺമെന്റ് അല്ലെങ്കിൽ വാട്ട് ദ എൻവയോൺമെന്റ് വാണ്ട്
എന്ന് പറയുന്ന അല്ലെങ്കിൽ ആളുകൾ മുന്നോട്ട് വെക്കുന്ന അവരുടെ താല്പര്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഇൻട്രസ്റ്റുകളും എല്ലാമാണ് ഡിമാൻഡ്സ് ആയിട്ട് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഉള്ളോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ these demands put stress on the political system. പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ മുകളിൽ സ്ട്രെസ് ചെയ്യും, അതായത് ഡിമാൻഡ്സ്, അതായത് ലൈക്ക് there will be a problem, like there will be a lot of demands coming from the environment or coming from the people. So there will be a question like which demand should be taken care of, or which demand should be considered for the legislation. കാരണം ഒരു ഏതൊരു സൊസൈറ്റിയിലും ലൈക്ക് പീപ്പിൾ വിൽ ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിമാൻഡ്സ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റസ് ആൻഡ് ഇറ്റ് വോണ്ട് ബി സെയിം. ഐ മീൻ there will not be any consensus among the people about the demands. There will be different demands from the different sects of people and different communities. So അതുകൊണ്ട് തന്നെ there will be a lot of demands which will exert a lot of pressure on the political system. So there will be a question like which demand should be given the first priority, or which demand should be rejected. അപ്പൊ ഇതിനെ വളരെ സക്സസ്ഫുള്ളി എങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ ഈ ഡിമാൻഡിനെയും പ്രഷറിനെയും എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളിടത്താണ് ഓരോ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെയും വിജയം എന്ന് പറയുന്നത്. എന്നിരുന്നാലും there are 4 types of demand. First one എന്ന് വെച്ചാൽ demand as an allocation of goods and services. അതായത് നോർമലി ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടിയുള്ള ഡിമാൻഡ്, ഫോർ എക്സാമ്പിൾ ടു ഗെറ്റ് ബെറ്റർ വേജസ്, അതുപോലെ ടു ഹാവ് ബെറ്റർ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, ഹെൽത്ത് ഫെസിലിറ്റീസ് തുടങ്ങിയ നോർമൽ ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ്സ് ആണ് ഒന്നാമത്തായിട്ടുള്ളത്. ആസ് എൻ അലോക്കേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. രണ്ടാമത്തെ ആയിട്ടുള്ള ഡിമാൻഡ് ആയിട്ട് പറയുന്നത് സച്ച് ആസ് റെഗുലേഷൻ ഓഫ് ബിഹേവിയർ, അതായത് ജനങ്ങളുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ്. ഫോർ എക്സാമ്പിൾ പബ്ലിക് സേഫ്റ്റി, അതായത് ജനങ്ങൾക്ക് സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു സെക്യൂരിറ്റി കൊടുക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഡിമാൻഡ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ മാരേജ്. അപ്പോ ഈ ഡിമാൻഡ് സച്ച് ആസ് റെഗുലേഷൻ ഓഫ് ബിഹേവിയർ, ഇത്തരം ബിഹേവിയർ അല്ലെങ്കിൽ ഇത്തരം ഡിമാൻഡ്സുകൾ demand an alteration of behavior from the people. ജനങ്ങളിൽ നിന്നും അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് അവര് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ഇത്തരം ഡിമാൻഡുകൾ. അതുകൊണ്ട് തന്നെ these type of demands are very much important in any society. പിന്നെയുള്ളത് ഡിമാൻഡ്സ് ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ പൊളിറ്റിക്കൽ സിസ്റ്റം. അതായത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഡിമാൻഡ്. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് സൊസൈറ്റിയിലും എല്ലാ സൊസൈറ്റിയും നമുക്ക് കാണാൻ പറ്റും ഒരുപാട് സെക്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് കമ്മ്യൂണിറ്റീസ് അവർക്ക് ആക്ച്വലി അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ പലപ്പോഴും അവർക്ക് കിട്ടാത്തൊരവസ്ഥ സംഭവിക്കാറുണ്ട്. നമുക്ക് ഒരുപാട് സൊസൈറ്റിയിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ there will be a lot of communities, or there are a lot of sections in the society whose voices are not represented in the political system. അതുകൊണ്ടാണ് വോയിസ് ഓഫ് വോയിസ്ലെസ് തുടങ്ങിയ രീതിയിലുള്ള മൂവ്മെന്റ് അല്ലെങ്കിൽ റെപ്രസെന്റേഷൻസ് ഒക്കെ വരാനുള്ള കാരണം, because these voices are not adequately represented in the political system, or where it should be represented. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് ഞങ്ങളുടെ വോയിസും കേൾക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയ ഡിമാൻഡ്സ് ആണ് ഇതിനെയാണ് നമ്മള് പാർട്ടിസിപ്പേഷൻ പൊളിറ്റിക്കൽ സിസ്റ്റം. അപ്പൊ നമുക്കറിയാം ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സി എ ലോട്ട് ഓഫ് മൂവ്മെന്റ് ആഫ്റ്റർ ദാറ്റ്. നമുക്കറിയാം ഈ 1980s തുടങ്ങിയ ഈ മണ്ഡലൈസേഷൻ മൂവ്മെന്റ്, മണ്ഡലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്, മണ്ഡലൈസേഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒരുപാട് കാലത്തോളം മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു വിഭാഗം സമൂഹത്തിലെ ദളിതരും അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസ്സുകളിലും പെട്ട ഒരുപാട് വിഭാഗങ്ങള് ഒരുപാട് കാലം വോട്ട് ബാങ്കുകളായി മാത്രം പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗം രാജ്യത്തിന്റെ
പൊളിറ്റിക്സിൽ ഒരു ആക്റ്റീവ് വോയിസ് വേണം എന്ന് പറഞ്ഞ ഒരു ആശയമായിട്ട് മുന്നോട്ട് വരികയും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ബഹുജൻ പൊളിറ്റിക്സുകളൊക്കെ നമ്മുടെ രാജ്യത്ത് തുടങ്ങുന്നത്. ഈ BSF ബഹുജൻ സമാജ്വാദി പാർട്ടി എന്ന് BSP നോട്ട് BSF BSP ബഹുജൻ സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടികളും എല്ലാം തുടങ്ങുന്നത് തന്നെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ പൊളിറ്റിക്കൽ വോയിസും അവർക്കും രാഷ്ട്രീയത്തിൽ റെപ്രസെന്റേഷൻ വേണം എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോ ഞാൻ ആ ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളത് ഡിമാൻഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ. അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ്. നമുക്കറിയാം പല കാര്യങ്ങളിലും ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കണം എന്ന് ഒരുപാട് പല രാഷ്ട്രീയ പാർട്ടികളെല്ലാം വ്യക്തമാക്കാണ്ട് കാര്യത്തിൽ ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കണം. അപ്പൊ ഈ ഒരു ജനങ്ങളുടെ ഡിമാൻഡ് പരിഗണിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം എന്നോളമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് നമ്മള് ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെല്ലാം ഇൻഫർമേഷൻ ആണ് നമുക്ക് ആവശ്യമുള്ളത്. ആ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നമുക്ക് റൈറ്റ് ഇൻഫർമേഷനിലൂടെ നമുക്ക് നേടാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇതാണ് 4 തരത്തിലുള്ള ഡിമാൻഡ്സ്. ഒന്നാമതായിട്ടുള്ളത് അലോക്കേഷൻ ഓഫ് ഡിമാൻഡ്സ് ആസ് അലോക്കേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ഡിമാൻഡ്സ് ഫോർ റെഗുലേഷൻ ഓഫ് ബിഹേവിയർ, ഡിമാൻഡ്സ് ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ പൊളിറ്റിക്കൽ സിസ്റ്റം. പിന്നെയുള്ളത് ഡിമാൻഡ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ഫ്രം ദ പാർട്ട് ഓഫ് ഗവൺമെന്റ്. ഇതാണ് 4 ടൈപ്സ് ഓഫ് ഡിമാൻഡ്സ് ആയിട്ടുള്ളത്. പിന്നെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ when there is excessive demands from the environment, it tends to imbalance the political system, because if the political system is not in a position to balance the demand, obviously there will be conflict of interest, and it may lead to the breaking down of the system. So there are different mechanisms to ensure that the balance is maintained. For example, structural adjustment. For example, there will be a lot of political parties and interest groups to channelize the demands. അതായത് ഒരുപാട് ഡിമാൻഡ് സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് തരത്തിലുള്ള ഡിമാൻഡുകൾ ഉണ്ടാവുകയും അതെല്ലാം ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളിലൂടെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയിലൂടെയോ when these demands get channelized through political parties or interest groups, it is much more easier to balance the demand. അത് നമുക്കറിയാം ഈ പൊളിറ്റിക്കൽ പാർട്ടീസും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുടെ എല്ലാം പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് തന്നെ ജനങ്ങളുടെ ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോ ഈ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുന്നതിനേക്കാളും ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ അതിന്റെ ഒരു നല്ല രീതിയിലുള്ള സ്മൂത്ത് ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ അവൈലബിലിറ്റിയാണ്. അപ്പൊ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ദേ ക്യാൻ ചാനലൈസ് ഡിഫറെന്റ് ഡിമാൻഡ്സ്. പിന്നെ ഉള്ളത് കൾച്ചറൽ ആണ്. അപ്പൊ കൾച്ചറൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ കൾച്ചറൽ മെക്കാനിസം എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഡിമാൻഡുകളാണ് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്നത്, അതൊരു കൾച്ചറൽ ലോക്ക് ഇടുകയാണ് കൾച്ചറൽ മെക്കാനിസമായി മുന്നോട്ട്. ചില ഡിമാൻഡുകൾ വി കാൻ ആസ്ക് ഫോർ ഇറ്റ്. അപ്പം ഈ സമൂഹം ഏതെല്ലാം ഡിമാൻഡുകളെയാണ് അംഗീകരിക്കുന്നത്, ഏതെല്ലാം ഡിമാൻഡുകൾ തള്ളിക്കളയുന്നത്, അപ്പൊ അതിനുള്ളൊരു മോറൽ അതല്ലെങ്കിൽ ഒരു കൾച്ചറൽ സീലിംഗ് വെക്കുന്നതാണ് കൾച്ചറൽ മെക്കാനിസത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതുപോലെ ഇപ്പൊ ഇത്തരം മെക്കാനിസം വഴി ഗവൺമെന്റിന് ആക്ച്വലി എക്സസീവ് ഡിമാൻഡ്സ് നമുക്ക് ഇറ്റ് കാനോട്ട് ബി കൺട്രോൾഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ബാലൻസ്ഡ് ടു ആൻ എക്സ്റ്റെന്റ് വിതൗട്ട് വിച്ച് the political system may lead into a total breakdown. ഇനി രണ്ടാമതായിട്ടുള്ള നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഘടകം എന്ന് പറയുന്നത് സപ്പോർട്ടാണ്. അതായത്
നമുക്കറിയാം ലൈക്ക് nothing can sustain without having an external support. പുറത്തുനിന്നുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ഒരു എൻവയോൺമെന്റിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടാതെ ഒന്നിനും നിലനിൽക്കാൻ കഴിയില്ല. മനുഷ്യരാവട്ടെ, അല്ലെങ്കിൽ ഒരു ഫാമിലി ആവട്ടെ, സൊസൈറ്റി ആവട്ടെ, സ്റ്റേറ്റ് ആവട്ടെ, ഏതൊരു എൻറ്റിറ്റി ആണെങ്കിലും വിതൗട്ട് ഹാവിങ് എൻ എക്സ്റ്റേണൽ സപ്പോർട്ട് ഇറ്റ് കനോട്ട് സസ്റ്റെയിൻ. അതുകൊണ്ട് തന്നെ ഏതൊരു ഘടകത്തിന്റെയും ഏതൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെയും എഫിഷ്യന്റ് ആയിട്ടുള്ള സ്മൂത്ത് ഫങ്ഷനിങ്ങിന് അതിന്റെ എൻവയോൺമെന്റിൽ നിന്നും സപ്പോർട്ടുകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ at the one hand പൊളിറ്റിക്കൽ സിസ്റ്റം ഇറ്റ് ഗെറ്റ്സ് ടു മച്ച് ഡിമാൻഡ്, എക്സസ് എമൗണ്ട് ഓഫ് ഡിമാൻഡ്സ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സസീവ് ഡിമാൻഡ്സിനെ റെഗുലേറ്റ് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്ന മെക്കാനിസം കൂടിയാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരേ സമയത്ത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിലോട്ട് ഒരുപാട് ഡിമാൻഡ് വരികയും പക്ഷെ അതിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ സമയത്ത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എൻവയോൺമെന്റിൽ നിന്നും പലതരത്തിലുള്ള സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ സപ്പോർട്ടുകൾ ഇറ്റ് മേ ബി ഓവേർഡ് ഓർ കവേർഡ്, ഇറ്റ് മേ ബി ലൈക്ക് ഓപ്പൺ ഓർ ക്ലോസ്ഡ്. അപ്പൊ ഓവേർട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ ആക്ഷൻസ്. We can see a lot of actions. For example, we can see a lot of people who are working for the government to spread, or we can see they are like actively giving support for the government political system. But it can be covert also. For example, like we can see a lot of people who are not actively participating in political activities, or they are not actively supporting the political system, but they have a feeling or they have a sentiment towards the political system which will be expressed in the coming elections, or in an indirect way. അതിനാണ് നമ്മൾ കോവേർട്ട് സപ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം അവരുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നമുക്ക് കാണാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ സീ ഇൻഡയറക്റ്റ് സപ്പോർട്ട് ഫ്രം ദം ഇൻ ടേംസ് ഓഫ് ഫീലിംഗ്സ് ആൻഡ് സെന്റിമെന്റ്സ്. ഇതാണ് രണ്ട് തരത്തിലുള്ള സപ്പോർട്ട് എന്നത് പറയുന്നത്. പിന്നെ ജനറൽ ആയിട്ട് നമ്മൾ ഡിമാൻഡുകളെ ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ സപ്പോർട്ടുകളെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നാമതായിട്ടുള്ള മെറ്റീരിയൽ സപ്പോർട്ട്. മെറ്റീരിയൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇൻ ടേംസ് ഓഫ് ടാക്സസ്, അതുപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് സർവീസസ്, ഇതിനാണ് നമ്മൾ മെറ്റീരിയൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് വിതൗട്ട് ഹാവിംഗ് എൻ എക്കണോമിക് sufficiency or economic self-reliance, a political system cannot work properly. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് ഈവൻ ലോട്ട് ഓഫ് ഡിമാൻഡ്സ് റിക്വയർസ് എക്കണോമിക് സപ്പോർട്ട്. നമുക്കറിയാം ഒരുപാട് പോളിസി ഡിമാൻഡ്സ് നമുക്ക് we can see even almost every demand needs an economic support. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള സപ്പോർട്ട് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് കിട്ടും. രണ്ടാമതായിട്ടുള്ളത് ഒബീഡിയൻസ് ടു ദ ലോ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഗവൺമെന്റ് പോളിസീസ് എല്ലാം ഒബേ ചെയ്യുക അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുക എന്നുള്ളതും ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് നൽകുന്ന ഒരു സപ്പോർട്ടാണ്. കാരണം എന്താ വെച്ചാൽ ജനങ്ങൾ if people are not following the laws formed by the government, there is no point in having the laws, and if there is no law it will lead to chaos and anarchy. നമ്മൾ അത് ലോയുടെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ if people render obedience to the system, it means that they are giving support to the system. പിന്നെ ഉള്ളത് പാർട്ടിസിപ്പേറ്ററി സപ്പോർട്ട്. ജനങ്ങളെ പൊളിറ്റിക്കലി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, അതായത് വോട്ടിംഗ് അതുപോലെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിലെല്ലാം ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നൽകുന്നതിലൂടെ അവരെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മൂന്നാമതായിട്ടുള്ള ടൈപ്പ്. നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പേയിങ് അറ്റൻഷൻ ടു ദ ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് ജനങ്ങളിലൂടെ എത്തിക്കുന്ന വിവരങ്ങൾ, കമ്മ്യൂണിക്കേഷന് ആക്റ്റീവായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുക. അതുപോലെ റെസ്പെക്ട് പബ്ലിക് അതോറിറ്റി, പബ്ലിക് ഗൈഡൻസസ്, ഇതെല്ലാം റെസ്പെക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇപ്പോ നമ്മുടെ ഈ കോവിഡിന്റെ സമയത്തെല്ലാം നമുക്കറിയാം there are a lot of government guidelines, അതുപോലെ തന്നെ ഒരുപാട് ഗവൺമെന്റ് ഇൻഫർമേഷൻസ് എല്ലാം ഒരുപാട് ഗവൺമെന്റിൽ നിന്നാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പാസ് ചെയ്ത് വരുന്നുണ്ട്. ഇതിനെല്ലാം റെസ്പെക്ട് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ അറ്റൻഷൻ കൊടുക്കുക.
അപ്പൊ ഇതിലൂടെ എല്ലാം നമ്മൾ although we are not actively supporting government, by doing all these things we are indirectly supporting the political system, which is very necessary for the smooth functioning of every political system. പിന്നെ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂന്നാമത്തെ പാർട്ട് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡെസിഷൻസ് ആൻഡ് ആക്ഷൻസ് ഓഫ് അതോറിറ്റീസ്. അതായത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഡെസിഷൻസും അതുപോലെ അവരുടെ ആക്ഷൻസിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഇവരുടെ ഡെസിഷൻസും ഇവരുടെ ആക്ഷൻസും എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സംതിങ് വിച്ച് കംസ് ഔട്ട് ഓഫ് ദ പൊളിറ്റിക്കൽ പ്രോസസ് ഓഫ് ഡിമാൻഡ്സ്. അതായത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഉള്ളിലോട്ട് കെട്ടിയിട്ടുള്ള ഡിമാൻഡ്സും അതുപോലെ ജനങ്ങളുടെ അതുപോലെ ഫീഡ്ബാക്കും ഇതിന്റെ രണ്ടിന്റെ ഇതെല്ലാം പൊളിറ്റിക്കൽ പ്രോസസ് എന്ന് പറയുന്ന ആ ഒരു ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയതിനു ശേഷം പുറത്തോട്ട് വരുന്ന ഔട്ട്പുട്ട് ആണ്. പുറത്തോട്ട് വരുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് കോൺക്രീറ്റ് ആക്ഷൻസ്. നമുക്കറിയാം ഗവൺമെന്റിന്റെ ചില തീരുമാനങ്ങൾ ഇറ്റ് വിൽ ബി ആക്ഷൻസ്, നോട്ട് ഡെസിഷൻസ്. Sometimes it will be statements. Sometimes it may like authorize actions or decisions. നമുക്കറിയാം ചില സമയത്ത് വെച്ചാൽ ഗവൺമെന്റ് ഡയറക്റ്റ് ഇറങ്ങി ചെന്നിട്ട് ഇറ്റ് വിൽ ഡു സം ആക്ഷൻസ്. പക്ഷേ ചില സമയത്ത് എന്താ വെച്ചാൽ it will give statement. For example, when there are particular issues, government has to give a statement or government has to give its opinion about the matter. For example, നമുക്കറിയാം ശബരിമലയുടെ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്തെല്ലാം കേരള ഗവൺമെന്റ് നിലപാട് പറഞ്ഞു. അതായത് ഇതാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്, ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഗവൺമെന്റ് ഇതാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബിക്കോസ് there were a lot of demands coming from every part of the society. So government took every demands and they came up with an output and they made public as a statement. അപ്പൊ നമുക്കറിയാം കോൺക്രീറ്റ് ഡെസിഷൻസ് ആയിട്ടോ അതല്ലെങ്കിൽ ഇൻ ദ ഫോം ഓഫ് സ്റ്റേറ്റ്മെന്റ്, അതല്ലെങ്കിൽ sometimes what government do, it will not make any decisions or it will not make any actions, but instead it authorize decisions or it authorize actions. അതായത് ചില സെക്കൻഡ് പാർട്ടിക്ക് ഗവൺമെന്റ് ഡെസിഷൻസ് കൊടുക്കാനുള്ള പവർ കൊടുക്കും, അതല്ലെങ്കിൽ ആക്ഷൻസ് എടുക്കാനുള്ള പവർ കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ the output of political system can be in different forms. പിന്നെയുള്ളത് so there will be several aspects like there will be like social output, economic aspect, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആസ്പെക്ട്, കൾച്ചറൽ ആസ്പെക്ട്. ഇങ്ങനെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നിന്നും പുറത്തോട്ട് വരുന്ന ഔട്ട്പുട്ടിന് it will be of different colors or different aspects. It may have an economic aspect or it may have a social aspect. It may have an economic or cultural or religious aspect. So it will be of different aspect. But most important one is the political aspect. ഏറ്റവും important aspect is the political aspect because the political aspect, it will affect the feedback and because those things will come back to the system as the feedback, and it will have an impact on the political system or in the changing of political system. ഇനി നമുക്കുള്ളത് different types of outputs ആണ്. അതിൽ ഒന്നാമതാണുള്ളത് എക്സ്ട്രാക്ഷൻ. എക്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ like what government take from us in terms of taxes and tributes. So some decisions will like okay, government decide to take some taxes from us or some material from us in terms of taxes or tributes. പിന്നെയുള്ളത് രണ്ടാമത് റെഗുലേഷൻ ഓഫ് ബിഹേവിയർ, അതായത് ടു കൺട്രോൾ ബിഹേവിയർ ഓഫ് പീപ്പിൾ. ഫോർ എക്സാമ്പിൾ okay, it's already there in the law, like government has or the state has banned killing other people or taking away others property or ruining public property. ഇതെല്ലാം like these are the like what we final result of certain policy decisions, like outputs.
അപ്പൊ നമുക്കറിയാം രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റെഗുലേഷൻ ഓഫ് ബിഹേവിയർ ലൈക്ക് വിച്ച് വിൽ ഹാവ് ആൻ ഹ്യൂജ് ഇമ്പാക്ട് ഓൺ ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ. പിന്നെയുള്ളത് അലോക്കേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓപ്പർച്യൂണിറ്റീസ്. ആസ് ഐ സെഡ് ലൈക്ക് when we discussing about the demands, the first demand as the allocation of goods and wages services. അപ്പോ like as an output allocation of goods services and opportunities etc. പിന്നെയുള്ളത് symbolic output means display of political symbol and communication of policy intent. As I said, like when government come up with any statement or policy statement or its opinion on any important issues, ഇത്രയും കാര്യങ്ങളാണ് സിംബോളിക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനിയുള്ള അവസാനത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് അറിയാം ഏതൊരു സിസ്റ്റത്തിന്, ഏതൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെയും, നോട്ട് ഓൺലി പൊളിറ്റിക്കൽ സിസ്റ്റം ബട്ട് ഫോർ എനിത്തിങ് we need to have a positive feedback mechanism without which അതില്ലെങ്കിൽ ഏതൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെയും അല്ലെങ്കിൽ എല്ലാത്തിന്റെയും ഒരു ആക്റ്റീവ് ആയിട്ടുള്ള അതല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് സിസ്റ്റം ഇല്ലെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓർ ഇറ്റ് വിൽ അഫക്ട് ദ എഫിഷ്യൻസി ഓഫ് ദ സിസ്റ്റം. പൊളിറ്റിക്കൽ സിസ്റ്റം മാത്രം ആയിക്കൊള്ളുന്നില്ല. നമുക്കറിയാം ക്ലാസ് റൂമുകളാവാം, അല്ലെങ്കിൽ വീടുകളിലാവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിരിക്കാം. എന്താണെങ്കിലും ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് സിസ്റ്റം ആവശ്യമാണ്. കാരണം ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയുന്നത് whether people are satisfied or not, or what are the flaws there in the outcome. Okay, അതുപോലെ ലൈക്ക് എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഔട്ട്കമ്മിനെ അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ ഒന്നുകൂടെ ബെറ്റർ ആക്കി മാറ്റാം. ഇത്തരം കാര്യങ്ങളാണ് ഫീഡ്ബാക്കിലൂടെ വരുന്നത്. അപ്പൊ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ആക്ച്വലി when the output or when the policies or decisions of government goes to the environment, or in case of environment we mean people. So when the output of political system it goes to the environment, it goes to the people, then people will bring it back to political system as the feedback, like whether they are satisfied with the output or whether the demands are met or not, or what are the things which should not be there, what are things which should be there, what are things which should be added. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ഫീഡ്ബാക്ക് മെക്കാനിസം ആണ് ഏതൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെയും ലൈവ്ലി ആക്കി നിർത്തുന്നത്, എഫിഷ്യന്റ് ആക്കി നിർത്തുന്നത്. കാരണം നമുക്കറിയാം if people are not responding about the decisions of the government will not know like whether that policy, whether that decision is a success or not. നമുക്കറിയാം പോളിസി ഫോർമുലേഷൻ, പബ്ലിക് പോളിസി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഡിമാൻഡ് പോളിസി ആയിട്ട് മാറി. ഐ മീൻ പോളിസി ഫോർമുലേഷന്റെ ഡിഫറെന്റ് സ്റ്റേജുകളിലൂടെ കടന്നുപോയി പോളിസി ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം there is something called policy evaluation. അതായത് after certain period of time പബ്ലിക് പോളിസി അനാലിസ്റ്റുകൾ they evaluate the policy. അപ്പൊ അവര് ഡിസ്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ലൈക്ക് ഇന്റൻഡഡ് റിസൾട്ട്സ് ആക്ച്വലി അവർക്ക്, അതായത് ആഫ്റ്റർ certain പീരിയഡ്, ഓരോ പീരിയഡിന് ശേഷം അവരിങ്ങനെ സ്റ്റഡി ചെയ്യും അവരുടെ വിചാരം അല്ലെങ്കിൽ ആ ഒരു പബ്ലിക് പോളിസി കൊണ്ട് ഉദ്ദേശിച്ച റിസൾട്ട് അവർ കിട്ടിയിട്ടുണ്ടോ തോന്നുന്നു പൊളിറ്റിക്കൽ ഇവാലുവേഷൻ എന്ന് പറയും. But this political evaluation is an initiative from the government itself. But here in feedback, it comes from the environment. It's not from the political system, but it comes from the outside of the political system as feedback. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അതിന്റെ ക്രിറ്റിസിസംസും കൂടി ഉണ്ട്. മൂന്ന് ക്രിറ്റിസിസംസും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, ലൈക്ക് when we discuss about the structural functional analysis. അപ്പോ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിന്റെ ക്രിറ്റിസിസംസും കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ് നമുക്ക് പോകാം. അപ്പം thanks for watching.